Okay, good morning students. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് പഠിച്ചു, അതിലെ പാർട്ട്നേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ആണ് ഈ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ ടൈപ്സ് ആണ് പാർട്ട്നേഴ്സ് ഉണ്ടാവുക? ഫസ്റ്റ് ആക്റ്റീവ് പാർട്ട്ണർ, then second one sleeping partner, then nominal partner, the partner in profits only, sub partner, partner by estoppel or holding out. അപ്പോൾ ഇത്രയും പാർട്ട്നേഴ്സ് ആണുള്ളത്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. അതായത് ഫസ്റ്റ് വൺ ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താ, പേര് പോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കുക. അതായത് ആ പാർട്ട്ണർഷിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളിലും അയാൾ ആക്റ്റീവ് ആയിരിക്കാം. അത് അതിലെ പ്രോഫിറ്റ് മാത്രം എന്നുള്ളതല്ല, അതിലെല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയിരിക്കും. ദെൻ അതിൻ്റെ ഷെയറിങ് ഓഫ് പ്രോഫിറ്റും ലോസും എന്താ വെച്ചാൽ അതും അയാൾ എന്താ പറയുക റിസീവ് ചെയ്യും. അങ്ങനത്തെ പാർട്ട്നേഴ്സാണ് ആക്റ്റീവ് പാർട്ട്നേഴ്സ്. അതായത് ദ പേഴ്സൺ എൻ്ററിങ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ് ബൈ കോൺട്രാക്ട് ആൻഡ് ടേക്കിംഗ് ആക്റ്റീവ് പാർട്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് ബിസിനസ് ഈസ് കോൾഡ് ആക്റ്റീവ് പാർട്ട്ണർ. ഓക്കെ, ദെൻ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താ, സ്ലീപ്പിംഗ് പാർട്ട്ണറായി ഹി കോൺട്രിബ്യൂട്ട്സ് ദ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം. ഓക്കെ, ദെൻ അതേപോലെ അതിൻ്റെ പ്രോഫിറ്റ്സും ഷെയറിങ് ഓഫ് പ്രോഫിറ്റും ആയിരിക്കും. അതായത് സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അയാളുടെ ആക്റ്റീവ് ആയിരിക്കില്ല. അതായത് അയാൾ ക്യാപിറ്റൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ആ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണറാണ്, ഷെയറിങ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അതേപോലെ അതിൻ്റെ ലാഭം എടുക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ബിസിനസ്സിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അയാൾ എന്തായിരിക്കില്ല, ആക്റ്റീവ് ആയിരിക്കില്ല. അത്തരം പാർട്ട്ണറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലീപ്പിംഗ് പാർട്ട്ണർ. ദെൻ തേർഡ് വൺ നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താ, നൈദർ കോൺട്രിബ്യൂട്ട് ദ ക്യാപിറ്റൽ ഓഫ് ദ ഫേം, not takes share profit or takes part in management of the firm is called nominal partner. അതായത് അയാൾ മേ ബി നൈദർ കോൺട്രിബ്യൂട്ട് എന്നാണ് പറയുന്നത്. നൈദർ കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ആയിരിക്കും, ആ ഫേമിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ചിലപ്പോൾ അതിൽ നിന്ന് ലാഭം എടുക്കാം, ചിലപ്പോൾ ലാഭം എടുക്കണമെന്നില്ല. അത്തരം പാർട്ട്നേഴ്സിനെ മറ്റേ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്തായാലും ലാഭം എടുക്കും. ഓക്കെ, ഈ നോമിനൽ പാർട്ട്ണർ ചിലപ്പോൾ മേ ബി അയാൾ എന്ത് ചെയ്യാം, ഷെയറിങ് പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനായിരിക്കില്ല, ടേക്കിംഗ് ബിസിനസ് മാനേജ്മെന്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ പാർട്ട്നേഴ്സിനെയാണ് എന്ത് പറയുന്നത്, നോമിനൽ പാർട്ട്ണർ. ദെൻ പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഓൺലി, അതായത് എന്താ പ്രോഫിറ്റ്സ് ഓൺലി എന്ന് പറഞ്ഞാൽ എന്താണ്, agreed among partners that a particular partner shall share profits only and not liable for the losses such a partners. അതായത് പ്രോഫിറ്റ് മാത്രം ഷെയർ ചെയ്യാന്നുള്ളത്, അതിൻ്റെ നഷ്ടങ്ങളൊന്നും അയാൾ ഏറ്റെടുക്കില്ല, ഓൺലി പ്രോഫിറ്റ്സ്. ഓക്കെ, അതാ പ്രോഫിറ്റ്സ് ഓൺലി. അങ്ങനത്തെ പാർട്ട്നേഴ്സിനെയാണ് പാർട്ട്നേഴ്സ് ബൈ ഇൻ പ്രോഫിറ്റ്സ് ഓൺലി എന്ന് പറയുന്നത്. ദെൻ സബ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ എന്താ, when a partner agrees to share his profits derived from the firms with a third person, that third person is not called. അതായത് പാർട്ട്ണർ ഉണ്ടായിരിക്കാം, ആ പാർട്ട്ണർ ഒരു തേർഡ് പേഴ്സണെ എന്താ പറയുക ഡിറൈവ് ചെയ്ത് കൊടുക്കുകയാണ് ഷെയറിങ് പ്രോഫിറ്റ്സ്. അപ്പോൾ അത്തരം പാർട്ട്നേഴ്സിനെയാണ് എന്ന് പറയുന്നത് സബ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ദെൻ പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ, പാർട്ട്ണർ നോർമലി പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് പ്രകാരമായിരിക്കും. ബട്ട് ഔട്ട്സൈഡ് വേൾഡ് പേഴ്സൺ കൺ ഓൾസോ ട്രീറ്റഡ് ആസ് എ പാർട്ട്ണർ ഇൻ വോച്ചർ ഓഫ് ഹിസ് കണ്ടക്ട്. അതായത് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് ഇവിടെയുള്ള പാർട്ട്നേഴ്സ് അല്ലാതെ ഔട്ട്സൈഡ് പാർട്ട്നേഴ്സ് ഉണ്ടാവും, അവർ വെർച്വലി ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അത്തരം പാർട്ട്നേഴ്സിനെയാണ് പാർട്ട്നേഴ്സ് ബൈ എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞത്. അപ്പം ദർ ആർ മെയിൻലി 6 ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ആണ് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സിലുള്ളത്. അതായത് ആക്റ്റീവ് പാർട്ട്ണർ, ദെൻ സ്ലീപ്പിംഗ് പാർട്ട്ണർ, നോമിനൽ പാർട്ട്ണർ, പാർട്ട്ണർ ഇൻ പ്രോഫിറ്റ്സ് ഓൺലി, സബ് പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ. അങ്ങനെ 5 പാർട്ട്നേഴ്സ് ആണ് മെയിൻലി നമുക്കുള്ളത്. ഓക്കെ, ദെൻ എന്താണ് പൊസിഷൻ ഓഫ് മൈനർ ഇൻ പാർട്ട്ണർ. അതായത് ഒന്നുമില്ല, മൈനർക്ക് ഒരു പാർട്ട്ണർഷിപ്പിൽ പൊസിഷൻ ഉണ്ടായിരിക്കുമോ, റൈറ്റ്സ് ഉണ്ടായിരിക്കുമോ, ഇല്ല, അറിയാലോ. മൈനർ മേജർ ആവാതെ മൈനർക്ക് അതിൽ എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും ആ എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റും. പക്ഷേ മൈനർ ബൈസ്റ്റാൻഡേഴ്സ്, അതായത് അവർക്ക് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എന്ത് ചെയ്യാം, ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ലെങ്കിലും അതിലത്തെ ലാഭം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് മൈനർ കേസിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് എന്താണ്, റൈറ്റ് ഓഫ് പാർട്ട്നേഴ്സ്. ഓക്കെ, ഒരു പാർട്ട്ണർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റൈറ്റ്സ് ഓഫ് പാർട്ട്നേഴ്സ്, ദെൻ എന്താണ് പൊസിഷൻ ആൻഡ് ഇൻകമിങ് ഔട്ട് ഗോയിങ് ഓഫ് പാർട്ട്നേഴ്സ്, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നോക്കി, പാർട്ട്നേഴ്സ് അതിൽ എന്തൊക്കെ പാർട്ട്നേഴ്സ് വരുന്നുണ്ടെന്ന് നോക്കി. ദെൻ എന്താണ്
പാർട്ട്നേഴ്സിൻ്റെ ടൈപ്സ് നോക്കി ഇനി അവരുടെ റൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പാർട്ട്നേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് ഓഫ് പാർട്ട്ണർ എന്തൊക്കെ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും അല്ലേ. പാർട്ട്നേഴ്സ് തമ്മിൽ കുറേ പാർട്ട്നേഴ്സ് ഒന്നിച്ചാണല്ലോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോ പാർട്ട്നേഴ്സിനും ആ ബിസിനസ്സിനെ മുന്നോട്ട് കണ്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ റൈറ്റ് ടു ബി കൺസൾട്ടഡ്, അതായത് റൈറ്റ് ടു ബി കൺസൾട്ടഡ് എന്ന് പറഞ്ഞാൽ ഓരോ പാർട്ട്ണറിനും അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് ഉണ്ടാവും അല്ലേ. അവരെല്ലാവരും ഈക്വലി ഷെയറിങ് പ്രോഫിറ്റ് ആണ്, കോൺട്രിബ്യൂട്ടിങ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ ഓരോ പാർട്ട്ണറിനും അവരുടേതായ അഭിപ്രായം പറയാനുള്ള റൈറ്റ് എന്തിലുണ്ടായിരിക്കാം? റൈറ്റ് ടു കൺസൾട്ടഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓരോ പാർട്ട്നേഴ്സിനും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട്. ഓക്കെ, ദെൻ റൈറ്റ് ടു ഹാവ് ആക്സസ് ടു ബുക്സ്, അതായത് ആ ഫേമിലുള്ള അല്ലെങ്കിൽ ആ ബിസിനസ്സിലുള്ള എല്ലാ പാർട്ട്നേഴ്സിനും ആ ബിസിനസ്സിൻ്റെ എല്ലാ ബുക്സും എന്താ പറയുക ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും. അത് ഇൻസ്പെക്ട് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള, അതായത് ബിസിനസ്സിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഓരോ പാർട്ട്നേഴ്സിനും ഉണ്ടാവും. ദെൻ റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി, അതേപോലെ ഈക്വലി പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവും. ദെൻ റൈറ്റ് ടു ക്ലെയിം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഒരു ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഓരോ പാർട്ട്നേഴ്സിനും ഉണ്ടാവും. ആരൊക്കെയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കാം. ദെൻ റൈറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ്, അതായത് ഫേമിന്ന് ലോണോ കാര്യങ്ങളോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ അഡ്വാൻസ് ആയിട്ട് പണം എടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ടായിരിക്കും? ഓരോ പാർട്ട്ണറിനുണ്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ അണ്ടർ ദ പാർട്ട്ണർഷിപ്പ് ഡീഡോ അവരെ എഗ്രിമെൻറ്റ് ബേസിലും ആയിരിക്കും. ഓക്കെ, അതിനുള്ള റൈറ്റ് ഉണ്ടാവും. ദെൻ റൈറ്റ് ടു ഇൻഡംനിഫൈഡ്, അതായത് എന്തെങ്കിലും എക്സ്പെൻസസോ ലയബിലിറ്റീസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ ഇൻഡംനിഫൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. റൈറ്റ് ടു യൂസ് പാർട്ട്ണർഷിപ്പ് പ്രോപ്പർട്ടി, ആ പാർട്ട്ണർഷിപ്പിലെ എല്ലാ പ്രോപ്പർട്ടിയും ഈക്വലി യൂസ് ചെയ്യാനുള്ള റൈറ്റ് പാർട്ട്നേഴ്സിന് ഉണ്ടായിരിക്കാം. ദെൻ റൈറ്റ് ഇൻ എമർജൻസി, അതായത് ഫേമിൽ എന്തെങ്കിലും ലോസോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലെയിം ചെയ്യാനുള്ള ഓരോ പാർട്ട്നേഴ്സിനും അതിനുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കാം. ദെൻ റൈറ്റ് ടു സ്റ്റോപ്പ് ദ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, അതായത് ഓരോ പാർട്ട്നേഴ്സിനും എന്താ പറയുക, ഓരോരോ ന്യൂ പാർട്ട്നേഴ്സിനെ എന്താ പറയുക അഡ്മിഷൻ ചെയ്യാനുള്ള റൈറ്റ് അതുണ്ടാവും. റൈറ്റ് ടു സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. സ്റ്റോപ്പ്, അതായത് ഓരോ പാർട്ട്ണറും ഓരോരോ പുതിയ വ്യക്തികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള റൈറ്റ്സ് ഉണ്ടാവില്ല. ഓക്കെ, അത് ചെയ്യാതിരിക്കാനുള്ള റൈറ്റ്സ് ആണുള്ളത്. റൈറ്റ് ടു റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? Each partner has the right to retire the firm, the partnership, either as the terms of partnership agreement with the consent of all partners. അതായത് റിട്ടയർ ചെയ്ത് പോവാം, ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് റിട്ടയർ ചെയ്യാനുള്ള റൈറ്റും ഒരു പാർട്ട്ണർക്ക് ഉണ്ടായിരിക്കും. എക്സ്പെൽ ചെയ്ത് പോകാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കാം. റൈറ്റ് ടു കോമ്പീറ്റിംഗ് ബിസിനസ്, വേറെ ഔട്ട് ഗോയിങ് ബിസിനസ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കാം. റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയും റൈറ്റ്സ് ആണ് ഒരു പാർട്ട്ണർക്ക് ഉണ്ടായിരിക്കുക. അതൊരു സെറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ നോക്കി എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടാവും. ഒരു 15ഓളം റൈറ്റ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. റൈറ്റ് ടു ടേക്ക് പ്രോഫിറ്റ്, ദെൻ റൈറ്റ് ടു കണ്ടക്ട് ബിസിനസ്, റൈറ്റ് ടു കൺസൾട്ട്, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ്, റൈറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ്, റൈറ്റ് ടു ഇൻഡംനിഫൈഡ്, റൈറ്റ് ടു യൂസ് പാർട്ട്ണർഷിപ്പ് പ്രോപ്പർട്ടി, റൈറ്റ് ടു എമർജൻസി, റൈറ്റ് ടു റിട്ടയർ, റൈറ്റ് ടു എക്സ്പെൽഡ്, റൈറ്റ് ടു കോമ്പീറ്റിംഗ് ബിസിനസ്, ഷെയറിംഗ് പ്രോഫിറ്റ്സ്. അത്രയും റൈറ്റ്സ് ആണുള്ളത്.